ചന്ദ്രനിൽ വാസയോഗ്യമായ ഗുഹയുള്ളതായി ശാസ്ത്രജ്ഞർ. സീ ഓഫ് ട്രാൻക്വിലിറ്റി ഭാഗത്തു നിന്ന് 400 കിലോമീറ്റർ മാറിയാണ് വാസയോഗ്യമായ ഗുഹ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. 1969 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ സീ ഓഫ് ട്രാൻക്വിലിറ്റി ഭാഗത്തു നിന്ന് 400 കിലോമീറ്റർ മാറിയാണ് വാസയോഗ്യമായ ഗുഹ കണ്ടെത്തിയത്. ഇത്തരത്തിൽ വാസയോഗ്യമായ നൂറുകണക്കിന് ഗുഹകൾ ചന്ദ്രനിൽ ഉണ്ടാകുമെന്നും അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപം കൊണ്ട ഇവ ചന്ദ്രനിലെത്തുന്നവർക്കും ഗവേഷണത്തിനുള്ള താവളത്തിനായി ഉപയോഗിക്കാമെന്നും നേച്ചർ ആസ്ട്രോണമി ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 150 അടി താഴെയാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി രൂപപ്പെട്ടതാണെന്നാണ് നിരീക്ഷണം. ഇത്തരത്തിൽ മറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ഗുഹകൾ ചന്ദ്രനിൽ ഉണ്ടെന്നുമാണ് ഗവേഷകർ പറയുന്നത്. ഗുഹകൾക്കുള്ളിലായിരിക്കുമ്പോൾ കോസ്മിക് രശ്മികളിൽ നിന്നും സോളാർ വികിരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. വരുന്ന 20-30 വർഷത്തിനുള്ളിൽ മനുഷ്യർ ചന്ദ്രനിലെ ഗുഹകളിൽ ജീവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇവ വളരെ ആഴത്തിലുള്ളതിനായതിനാൽ ബഹിരാകാശ യാത്രികർക്ക് പുറത്തു കടക്കാൻ മറ്റു പല സംവിധാനങ്ങളും സജ്ജമാക്കേണ്ടി വരും. ഏകദേശം 50 വർഷം മുൻപാണ് ചന്ദ്രനിൽ ഗുഹകൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ ആദ്യം മനസ്സിലാക്കിയത്. പിന്നീട് 2010 ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്റർ എന്ന ദൗത്യത്തിലെ ക്യാമറ ഗുഹാമുഖങ്ങളെന്ന് കരുതുന്ന കുഴികളുടെ ചിത്രങ്ങൾ പകർത്തി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.